മനസ്സേ നീ സ്വസ്ഥമായിരിക്കാം, ഉടയോ നിന്നരികിലില്ലേ. നിർഭയം സാക്ഷ്യം നൽകുക എന്ന തലക്കെട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന് വേണ്ടി POC ബൈബിൾ നൽകിയിരിക്കുന്നത്. 3 പ്രാവശ്യമാണ് ഒരു ചെറിയ വാക്യങ്ങൾക്കുള്ളിൽ യേശു ഭയപ്പെടേണ്ട എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്നിട്ട് യേശു പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആരുടെ പേരിലാണ് ഈ യാത്ര ഇറങ്ങി തിരിച്ചത്? എൻ്റെ പേരിലാണ്. ഞാനാണ് നിങ്ങളെ ഈ യാത്രയ്ക്ക് വിട്ടത്. അങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കും, ന്യായാധിപ സംഘത്തിന് മുമ്പേ നിർത്തും. പക്ഷെ നിങ്ങൾ പേടിക്കരുത്. ആവർത്തിച്ച് യേശു പറഞ്ഞതാണ്, നിങ്ങൾ പേടിക്കരുത്. എന്തുകൊണ്ട് പേടിക്കരുത് എന്ന് യേശു പറയുന്നെങ്കിൽ അതിന് കാരണം ഒറ്റ വാക്കേ ഉള്ളൂ. നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ യേശു ഉണ്ടാകണമെന്ന് പറയുന്നത് പോലെ യേശുവിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ പേരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പേടിക്കരുതെന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ അങ്ങനെയൊന്നും ആർക്കും തകർക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആരുടെ പേരിലാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? നമ്മളൊക്കെ ഓടുന്ന ഓട്ടം ഓടുന്നത് ഒരുപക്ഷെ നമ്മളായിരിക്കും, പക്ഷെ നേരിടായിട്ട് കൂടെയുള്ളത് ക്രിസ്തുവാണ്. ഈ ഒരു ബോധ്യം ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പേടിക്കില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ലത്തീൻ ആരാധനാക്രമത്തിൽ ഡോക്സോളജി കഴിഞ്ഞിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. അതാണ് വാക്ക്. നിർഭയമാണ് നമ്മൾ ഏറ്റു ചൊല്ലേണ്ടത്. സധൈര്യത്തോടെയാണ് നമ്മൾ ഏറ്റു ചൊല്ലേണ്ടത്. ഈ പറയുന്ന വാക്കുകൾ ഒരപ്പൻ മുകളിലുണ്ട് എന്ന് ധൈര്യം വരുമ്പോൾ ആ ധൈര്യത്തോടു കൂടി നമ്മൾ പറയണം, ഉച്ചത്തിൽ പാടണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്. ഭയമില്ലാത്തിടത്താണ് സ്നേഹമുണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ശരിയല്ലേ? സ്നേഹമുള്ളിടത്ത് എന്തിനാണ് പേടിക്കുന്നത്? കൂടെ ഒരു അപ്പനുണ്ട് എന്ന് ചിന്തയുള്ളിടത്ത് എന്തിനാണ് നമ്മൾ ഈ ഭയപ്പെടുന്നത്? പ്രിയമുള്ളവരെ, ഒത്തിരി സങ്കീർണമായ ജീവിതഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വേണം, യേശുവിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ പേര് ഫസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കുറവുകൾ പരിഗണിക്കാത്ത ഒരു പൊന്നു തമ്പുരാൻ നമുക്കുണ്ട് എന്ന ഒരു ഉറപ്പുള്ളപ്പോൾ അവൻ്റെ വാക്കിനെ ഗൗരവത്തോടെ കാണണം, ഭയപ്പെടേണ്ട. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുതും കരുണാമയനേശു കരുതും, കൺമണി പോൽ നിന്നെ കരുതും. കരുണാമയനേശു കരുതും, കൺമണി പോൽ നിന്നെ തിരയാ തീരമറിയാതായും ഇരുളിൽ വഴിയറിയാതായും മനസ്സേ നീ സ്വസ്ഥമായിരിക്കാം, ഉടയോ നിന്നരികിലില്ലേ. മനസ്സേ നീ സ്വസ്ഥമായിരിക്കാം, ഉടയോ നിന്നരികിലില്ലേ. കരുതും കരുണാമയനേശു കരുതും, കൺമണി പോൽ നിന്നെ. ചെറുകുരികിലിനെയും നന്നായറിയുന്നവൻ, ചെറുകുരികിലിനെയും നന്നായറിയുന്നവൻ, നടത്തും നിന്നെ ഓരോ ദിനവും, തീർത്തു തരും നിന്റെ ആവശ്യമെല്ലാം. നടത്തും നിന്നെ ഓരോ ദിനവും, തീർത്തു തരും നിന്റെ ആവശ്യമെല്ലാം. മനസ്സേ
മനസ്സേ നീ സ്വസ്ഥമായിരിക്കാൻ ഉടയോ നിന്നരികിലില്ലേ. കരുതും കരുണാമയനേശു കരുതും കൺമണി പോൽ നിന്നെ. ഉരുവാകും മുൻപേ നിന്നാളെ എഴുതിയവൻ. ഉരുവാകും മുൻപേ നിന്നാളെ എഴുതിയവൻ. നീ പോകും മുൻപേ നിന്നോരോ ചുവടും നിനക്കായി നടന്നവനെ നോക്കുക. നീ പോകും മുൻപേ നിന്നോരോ ചുവടും നിനക്കായി നടന്നവനെ നോക്കുക. മനസ്സേ നീ സ്വസ്ഥമായിരിക്കാൻ ഉടയോ നിന്നരികിലില്ലേ. മനസ്സേ നീ സ്വസ്ഥമായിരിക്കാൻ ഉടയോ നിന്നരികിലില്ലേ. കരുതും കരുണാമയനേശു കരുതും കൺമണി പോൽ നിന്നെ. കരുതും കരുണാമയനേശു കരുതും കൺമണി പോൽ നിന്നെ. തിരയാൻ തീരമറിയാതായോ ഇരുളിൽ വഴിയറിയാതായോ. മനസ്സേ നീ സ്വസ്ഥമായിരിക്കാൻ ഉടയോ നിന്നരികിലില്ലേ. മനസ്സേ നീ സ്വസ്ഥമായിരിക്കാൻ ഉടയോ നിന്നരികിലില്ലേ. കരുതും കരുണാമയനേശു കരുതും കൺമണി പോൽ നിന്നെ.